എടാ എൻ്റെ ചുറ്റും കുളവി ഉണ്ടോ എന്ന് നോക്കി. വേദനയുണ്ടോ? വേദനയുണ്ടോ? ഇത് ഞാൻ ഓർക്കാണ്, ഇത് നമ്മൾ പോകുന്ന വഴി അറിയാതെ നമ്മൾ സൂചികൾ ചത്തുപോകും. ആ അതുപോലെ ഭയങ്കര വേദനയാണോ? തലക്കിട്ട് നമുക്ക് പിടിക്കുള്ളൂ. കൃത്യമായിട്ട് തല വന്ന് കുത്തുന്ന കത്തിക്കാൻ ഇതൊരു എളുപ്പമാണ് നിർത്താം. മോളിൽ നിന്ന് ഇട്ടിട്ട് ഹിറ്റടിച്ചാൽ ചിലപ്പോൾ അതാണ്. ഇത് ഹിറ്റിലൊന്നും വീഴത്തില്ലായിരിക്കും മിക്കവാറും. കൂടിയ സാധനങ്ങൾ. ഇതിനെ കൂടെ ഫോട്ടോ ഉണ്ട്. നേരം എടുത്ത പ്രഭാതഭക്ഷണം കഴിക്കണ്ടേ? ആ പ്രഭാതഭക്ഷണം കഴിക്കാൻ പോവാ. കുറച്ചുകൂടെ സ്പീഡിൽ പോന്നെ റിവേഴ്സ്. ജീവിതം ഒന്നല്ലേ ഉള്ളു, പാവേറെ പാപ്പച്ചന്മാരെ. അപ്പു വരുന്നില്ലേ ക്രീം ബൺ കഴിക്കാൻ? അതാണ് ബ്രേക്ക്ഫാസ്റ്റ്. കുറച്ച് പഫ്സും കൂടെ കഴിക്കാം. എടാ മാതാ ഹോട്ടലിൽ പോയാൽ നല്ല താറാമുട്ടക്കറിയും പൊറോട്ട അടിക്കാം. എന്നാ അത് കഴിച്ചാലോ? നല്ല സ്റ്റൂവും പുട്ടും കിട്ടും. ബീഫ് സ്റ്റൂവും പുട്ടും അടിപൊളിയാ. ജീവിതം ഒന്നല്ലേ ഉള്ളൂ, ആസ്വദിക്കൂ. വേറെ പാപ്പച്ചൻ വേറെ. മറ്റേ ഉറങ്ങുന്നുണ്ടല്ലോ കറാക്കുറാക്കും, അതും കൂടെ പറയാപ്പു. അപ്പൊ എങ്ങനെയാ തീറ്റാന്നുള്ള വിചാരമുള്ളോ? ആദ്യം പോയി ഡ്രസ്സൊന്ന് മാറട്ടെ. ഐറ്റ്നറി ഉണ്ടാകും പോയില്ലോ. എവിടെയൊക്കെ പോയി എന്നൊക്കെ കഴിക്കുന്നു? 9 എടാ ഇന്ന് വൈകിട്ട് കാഞ്ഞിരപ്പള്ളി വരെ പോണം. ഒരു തേനീച്ചക്കൂടെ കത്തിക്കാനുണ്ട്. പൂച്ചാച്ച എന്നോട് പറഞ്ഞു എന്തോ കൊളവിക്കോട്. ആ കൊളവിക്കോട്. പിന്നെ വന്നോ? നീ വരുന്നോ? പിന്നെ കൊളവിക്കൂട് കത്തിക്കാൻ വരുന്നോ? ഓസ്റ്റിനെ കൊളവിക്കൂട് കത്തിക്കാൻ വരുന്നോ? പോവാൻ പറ.
അതിന് രാത്രിയിലല്ല. അപ്പൊ എങ്ങനെ വൈകിട്ട് വരുന്നുണ്ടോ? തേനീച്ചനെ കൊല്ലാൻ വരുന്നുണ്ടോ? ആ എന്നാ അൺബോക്സ് ചെയ്യുന്നത്? ക്രീം ബൺ, പിന്നെ അറബിക് ഷവർമ, അറബിക് സാൻഡ്വിച്ചാ, ഓർമ്മയല്ല. അവൻ്റെ ഒരു സാൻഡ്വിച്ചും കൂടെ ഉണ്ട്. അതപ്പൻ്റെ സാൻഡ്വിച്ച് അല്ല, സാൻഡ്വിച്ച്. ഇതിൽ തുടങ്ങാം. അത് തുടങ്ങാം. മനു പോയില്ലേ? എടുത്തങ്ങ് നോണയാൻ ഒരു ബൈറ്റ് കൊള്ളാം. കൊള്ളാവോ? ക്രീം ബണ്ണാണ്, എടുത്തോ? അത്രയൊക്കെ നോക്കാനായിട്ടൊന്നും ഇല്ല, ഇച്ചിരിയേ ഉള്ളൂ. പക്ഷെ നല്ലതാണ്, കറക്റ്റ് ലെവൽ. പിന്നെ അതിന് ഇവിടെ ഓസിന് എപ്പോഴും ഒന്നില്ലടാ. ഇല്ല അതെ, ആ ബോഡിയൊക്കെ. ആ ഓസിന് ഒരു ഡിഫോൾട്ട് സ്കിൻ അല്ലേ? എന്നാ പറഞ്ഞേ? മച്ചിലി പോയിട്ട് ഊണാണോ? ഊണ്. പക്ഷെ ഇതൊരു സാധാരണ ഒരു ഫുഡ് വ്ളോഗായിപ്പോ. പക്ഷെ ഇതുണ്ട്, കുളവിൽ കൂടെ കത്തിക്കാൻ പോകുന്നുണ്ട്. നീ ഇല്ലേ? ഞാൻ മിക്കാറില്ലായിരിക്കും. ഞങ്ങള് രണ്ടും, പിന്നെ അപ്പ വരും, പിന്നെ ഗോപാൽജിയും കാണും. ഞാനില്ല. അതെന്നാ അവസാനം അപ്പു മാസെൻട്രി വരെ. ഒളിമ്പിക്സിന്റെ മെഡൽ മെഡൽ അടിച്ചിട്ടുണ്ടെന്നോ? പിടിച്ചിട്ടുണ്ടെന്ന്. അവിടെ ഒരു പുള്ളി, മറ്റേ ഹോക്കി പ്ലെയർ, ഒരു മലയാളി, ഒരു പുള്ളി കടിച്ചോ? അത് ശ്രീജേഷ്. ആ പുള്ളിയുടെ അവിടെ ഉണ്ടാകും. എങ്ങനെ എല്ലാവർക്കും മീറ്റ് ചെയ്യാൻ പറ്റുന്നതുണ്ടോ? ഞാൻ ചോദിച്ചു പുള്ളിയോട്. ഞാനും എൻ്റെ ഫ്രണ്ട്സ് ചോദിച്ചു പിടിക്കാൻ തരുന്നു. അത് നല്ല കട്ട് ചെയ്ത ഇനി ഭാവിയിൽ ഫ്യൂച്ചറിൽ ഒരു ബർഗർ പാറ്റിയുടെ അത്രയും കട്ടി. ഒരു ബർഗർ പാറ്റി അല്ലേ, ഒരു നല്ല മെഡലോ? കട്ടിയുണ്ട്. പറ ഓരോ ലിസ്റ്റ് ഓഫ് റെസ്റ്റോറൻറ്റ്സ് ഡിസ്കസ് ചെയ്ത ഓപ്ഷൻസ് എല്ലാം പറ. സീകളാണെങ്കിൽ വൈബ. അല്ല, നീ ചുമ്മാ ലിസ്റ്റ് പറ. സീകൾ, നൈൻസി, ആ പിന്നെ ഇവിടെ പൊലക്കുളത്ത്. അതെന്നാ? അതിവിടെ റിനയുടെ ഓപ്പോസിറ്റ്. നീ പോയിട്ടുണ്ടോ? ഞാൻ പോയിട്ടൊന്നുമില്ല. പിന്നെ ഷാപ്പ്, നെറ്റൂർ ഷാപ്പ്. ആ പിന്നെ മച്ചിലി പോയിട്ട് കാര്യമില്ല. പിന്നെ ചിയാങ്, ലിറ്റിൽ സോയും കൂടെ കൂട്ടിക്കും. മലയ, ലിറ്റിൽ സോയ്. ഇനി ഓരോന്ന് എടുക്ക്. ഫസ്റ്റ് ഏതാ? എഴുത് എല്ലാം. സീകള് പ്രോസൻ ബിയർ അടിക്കാൻ തണുത്ത്. പിന്നെ അവിടെ തന്നെ നല്ലത്, അവിടെ പ്രോൺസ് അല്ല, പക്ഷെ കോൺസ് എന്നാന്നറിയോ? ദൂരം എത്താൻ ഒരു എത്താൻ ടൈം എടുക്കും. പക്ഷെ അതിപ്പോ ചൂട്, ഈ സംസാരിച്ചിരിക്കുന്ന ഭയങ്കര ചൂടായിരിക്കും. ഡ്രൈവർ ഞാനുണ്ടല്ലോ, എക്സ്പീരിയൻസ്ഡ് ആണ്. ഈ സംസാരിച്ചിരിക്കുന്ന സമയം മതി സീകളിൽ പോയിട്ട്. ഒന്നുകൂടെ ഇറങ്ങിയിട്ട് ഒന്നുകൂടെ. കാപ്പിയുടെ മണം. ടോക്സിൻ ഫ്രീ സോൺ ഒന്നല്ല. ഹലോ, നമസ്കാരം.
ഫൈനലി. അത് വീണ്ടും ഈ ഷുഗർ ഈ സാധനങ്ങളുടെ കടയിൽ പോകുമ്പോൾ കോഫിയാണോ ഉദ്ദേശിച്ചത്? ഏതാടാ പൈല ഓടിച്ച കോളേജ്? മോഹൻലാലിന്റെ വീടുണ്ട് അവിടെ. എവിടെ? അവിടെ കാണത്തില്ല. നിന്റെ കോളേജ് കോളേജ് ആ തെങ്ങ് സൂം ചെയ്താ എടാ നീ ബാംഗ്ലൂർ എവിടെയാണോ? കുണ്ടലഹള്ളി. അത് കുണ്ടലഹള്ളി അഡ്രസ് തന്നെ ഫുൾ അഡ്രസ് പറ. അവന്യ ക്യാമ്പസ് കുണ്ടലഹള്ളി തൊന്തരകുണ്ടി. ആ ഇവിടെ വീഡിയോ ഒന്നും എടുക്കാൻ പാടില്ല, അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. എടുക്കാൻ പാടില്ലേ? ടിപ്പു സുൽത്താൻ ഇവിടെ ഇൻവേഡ് ചെയ്തത് കേരളത്തിലാണ്. നമ്മള് കാഞ്ഞിരപ്പള്ളിക്ക് വന്നു. അപ്പു ഉണ്ടായിരുന്നു. ഇപ്പൊ കൊണ്ടാന്നൊരു മുന്നേ മോശമല്ലേ ഉണ്ടായത് വാട്സാപ്പിലല്ലേ? ന്യൂസ് വന്നത് വാട്സാപ്പിൽ. ഓർമ്മയുണ്ട് ഗ്രൂപ്പ് മെസ്സേജ് ഞാൻ റിയാക്ട് ഇതിനെ കൂടെ കരിമീൻ, കിളിമീൻ, ഇത് വളകോടി, ഇത് വറ്റ, കാളാഞ്ചി, ചെമ്പല്ലി. ഇത് 80 രൂപ. ഇത് 1700 രൂപ. 1700. ഇതിനോ കാളാഞ്ചിയ അറിയാം. Now everybody come on, now listen to this little thing of reality. And we gotta fight against the devils of humanity. And go, now it's time to go and lit the flames for the future. Well, don't fear the things that scared before. Are you ready? Now it's time to kick some dead out of the ground. എങ്ങോട്ടാ പോകുന്നത്? അപ്പം ഞങ്ങൾ ഇന്ന് ഒരു സ്ഥലത്തോട്ട് പോവാണ്. മലകൊള്ളവി എന്ന് കേട്ടിട്ടുണ്ടോ? അത് ഭയങ്കര ഡേഞ്ചറസ് ആയിട്ടുള്ളൊരു സാധനമാണ്. അതിനെ ഞാനും ധൈര്യവാനായ പോളച്ചനും അപ്പവും കൂടെ ഒന്ന് ക്യാച്ച് ചെയ്യാൻ പോവുകയാണ്. ലെറ്റസ് ട്രൈ. ഇതിന്റെ അകത്ത് ഡിക്കിക്കകത്ത് അടുത്തോട്ടങ്ങും പോകല്ലെന്നാണ് എല്ലാവരും പറയുന്നത്. ഞങ്ങൾ 2 ചാക്ക് തൊണ്ട്, പെട്രോള്, പത്രക്കടലാസ്, ഹെൽമെറ്റ്, കോട്ട്, സർവ്വസന്നാഹങ്ങളുമായിട്ടാണ് പോകുന്നത്. അപ്പം എല്ലാം കഴിഞ്ഞിട്ട് എങ്ങനെ ആവുമെന്ന് അറിയത്തില്ല. ഏതായാലും ഒരു അഡ്വഞ്ചർ കാണിക്കാൻ പോവാണ്. ഓക്കെ ബായ്. നടന്നില്ല. പെട്രോൾ ഒഴിച്ച് തീ കത്തിച്ചു. ആ കൂടോടെ ഒന്ന് പൊട്ടി. ഒരു മണ്ണ് കൂടുണ്ടാക്കും. ഇത് മണ്ണുകൊണ്ട് കൂടുണ്ടായ എളുപ്പമാണ്. ആ കൂടാണെങ്കിൽ അതിൻ്റെ ചുറ്റും നമ്മൾ ഈ കരിയിലെ ഇതെല്ലാം കൂടെ ഒഴിച്ച് പെട്രോൾ ഒഴിച്ചോ തീ കൊടുത്താൽ മതി. ഞാൻ ഈച്ചമാത്തൂനെ വിളിച്ചായിരുന്നു. പുള്ളി വന്ന ഒന്നും പേടിക്കാനില്ല, ചുമ്മാ ഇച്ചിരി ചൂട്ട് കത്തിച്ച് സന്ധ്യയാകുമ്പോൾ ഇതെല്ലാം കൂട്ടിലോട്ട് വരും, ചുമ്മാ കത്തിച്ചാൽ മതി എന്ന്. ഞാനൊരു പണി പറയാം. ഈ കണച്ചാക്ക അതിനകത്തോട്ട് കുറെ പത്രം ഇട്ടിട്ട് കുറച്ച് തൊണ്ടും കൂടി ഇട്ടിട്ട് അതിനകത്തോട്ട് പെട്രോൾ ഒഴിച്ചിട്ട് കത്തിച്ചാൽ അവിടെ മുമ്പോട്ട് മാറ്റിയിടാം. അല്ല കുറച്ചുകൂടെ കുറച്ചുകൂടെ മുമ്പോട്ട് പോകാം. ഇവര്
ആ കുറേ ഉണ്ടോ? നമുക്ക് പേപ്പർ മോളിൽ കൂടി ഇങ്ങോട്ട് ഇട്ടിട്ട് അവസാനം പെട്രോൾ ഒഴിക്കാം. ഇങ്ങോട്ട് വാ. ബോള് പോലെ വെളുത്തിരിക്കുന്നതാണ്. ഇങ്ങോട്ട് വാ. ഞാൻ വെളുത്തിരിക്കുന്ന സാധനം കണ്ടോ? പേപ്പറും ചാക്കും. എന്നാ അത് എൻ്റെ ഹെൽമെറ്റാ, ഊരിക്കേ. അത് കത്തിച്ചിട്ട് ആ കൂട്ടിലോട്ട് എറിഞ്ഞാൽ പോരെ. അതൊക്കെ ഇതിലോട്ട് കുത്തി കമ്പുണ്ട്. പത്രം എന്തേ? അല്ല ഒന്ന് വിളർത്തിട്ട് മാക്സിമം ആ സൈഡിൽ